വരുന്ന വാർത്തകൾ പ്രകാരം ഇന്ന് കേരളത്തിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. മാത്രമല്ല ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു മഴ കാരണം ഒരുപാട് നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് 8 ജില്ലകൾക്കായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചതും. മാത്രമല്ല ഇനി വരുന്ന അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നതും. മാത്രമല്ല നാളെ വരുന്ന ദിവസങ്ങളിൽ മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നതും. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നതാണ്. ഈ ഒരു പൊള്ളുന്ന ചൂടിനെ അതിനൊരു ആശ്വാസമായിക്കൊണ്ടാണ് കേരളത്തിലേക്ക് മഴ എത്തിയതെങ്കിൽ പോലും വിവിധ ഇടങ്ങളിൽ പല രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. എന്നാൽ ഈ ഒരു ഇടിമിന്നലേറ്റ് പലർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴയാണ് ലഭിച്ചതും. ഇന്ന് ലഭിച്ച മഴയിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ ഒരുപാട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ 1 മണിക്കൂറോളമാണ് ശക്തമായ മഴ രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ ജില്ലയിലെ ചില ഇടങ്ങളിൽ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു മഴയ്ക്ക് ശമനമായത് വൈകിട്ട് ഒരു 4 മണിയോട് കൂടിയിട്ടാണ്. ജില്ലയിൽ നിലവിൽ മഴയ്ക്ക് ഒരു നേരിയ ശമനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. അതേസമയം ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ വേനൽ മഴയോടനുബന്ധിച്ചുണ്ടായ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീഴുകയും അതിലൊരു സ്ത്രീ മരിക്കുകയും ചെയ്തു. പാണവള്ളി പഞ്ചായത്ത് 3-ാം വാർഡിലെ വൃന്ദാഭവനത്തിൽ മല്ലിക എന്ന സ്ത്രീയാണ് മരിച്ചത്. ഇവരെ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ പോലും രക്ഷിക്കാൻ സാധിച്ചില്ല. അത് മാത്രമല്ല മല്ലിക വീടിന് മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു ഈ ഒരു കാറ്റിൽ തെങ്ങ് ദേഹത്തേക്ക് മറിഞ്ഞു വീണതും. കൂടാതെ തന്നെ ഇങ്ങ് തിരുവനന്തപുരം പാറശാലയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ശക്തമായ കാറ്റിൽ ഒരു പള്ളിയുടെ മേൽക്കൂര തകർന്നു വീഴുകയും ചെയ്തു. വിശുദ്ധ ദേവസഹായം പള്ളി, അവരുടെ പള്ളിയുടെ മേൽക്കൂരയാണ് തകർന്നു വീണിരിക്കുന്നതും. അപകടമുണ്ടായപ്പോൾ തന്നെ പള്ളിക്കുള്ളിൽ വിശ്വാസികൾ ഇല്ലാത്തതിനാൽ തന്നെ അവിടെ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദുരന്തം അവർക്ക് ഒഴിവാക്കാൻ സാധിച്ചു. മാത്രമല്ല തിരുവനന്തപുരത്തെ മലയോര പ്രദേശങ്ങളിൽ ഇന്ന് ഉച്ച മുതൽ വളരെ ശക്തമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നതും. അതുപോലെ കടപ്പനംകോട്, അമ്പൂരി മേഖലകളിൽ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. മാത്രമല്ല ഇന്നുണ്ടായ കനത്ത കാറ്റിൽ കുന്നത്തുകാട് എന്ന സ്ഥലത്ത് മരക്കും പൊടിഞ്ഞു വീണുകൊണ്ട് ഒരു ബൈക്ക് യാത്രികന് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. മാത്രമല്ല കൊടകര നന്ദിലപുരം സ്വദേശിയായ വിഷ്ണു, അദ്ദേഹത്തിനും പരിക്കേറ്റു. മാത്രമല്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 കൂടിയിട്ടായിരുന്നു ഇദ്ദേഹത്തിന് പരിക്കേറ്റതും. അതുപോലെ താടിയിലിനും കാലിനും പരിക്കേറ്റ വിഷ്ണുവിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ജോലി കഴിഞ്ഞൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം നടന്നതും. അതുപോലെ തന്നെ വ്യക്തിയുടെ പറമ്പിൽ നിന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്ലാവിന്റെ ഒരു ചില്ല ഒടിഞ്ഞു വീണ് ഈ ഒരു ബൈക്കിന്റെ മേലെ വീഴുകയും ഈ ഒരു മരം വീണത് തുടർന്നാണ് ഇയാൾക്ക് പരിക്കേൽക്കുന്നതും. അതുമാത്രമല്ല കോട്ടയത്ത് ഈ ഒരു കനത്ത മഴയെ തുടർന്ന് കോട്ടയത്ത് 2 സഹോദരങ്ങൾക്ക് ഇടിമിന്നലേറ്റു. ആൻമരിയ അതുപോലെ തന്നെ ആൻഡ്രൂസ് എന്നിവർക്കാണ് പരിക്കേറ്റതും. ഇവരെ ഇപ്പോൾ മാർസ്ലിവ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു വേനൽ മഴയോടൊപ്പം ഉണ്ടായ ഇടിമിന്നലിൽ ഇവർ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഇടിമിന്നൽ ഏറ്റിരിക്കുന്നതും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂരിലും ഇത്തരത്തിൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥയല്ല, അവിടെയും ശക്തമായ മഴയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ശക്തമായ മഴയിൽ ബാംഗ്ലൂരുവിലെ പ്രതികൂല കാലാവസ്ഥ വിമാന സർവീസുകളെ വളരെ വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇൻഡിഗോ വിമാന സർവീസ് വ്യക്തമാക്കിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ കനത്ത മഴയെ തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകേണ്ടിയിരുന്ന 10 വിമാനങ്ങൾ ചെന്നൈയിലേക്ക് തിരിച്ചുവിട്ടതായിട്ടാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ നൽകുന്ന റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അതുപോലെ തന്നെ കാലാവസ്ഥ സസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതുപോലെ അപ്ഡേറ്റുകൾ അറിയിക്കാമെന്നുമാണ് ഇപ്പോൾ ഇൻഡിഗോ വ്യക്തമാക്കിയിരിക്കുന്നതും. പ്രതികൂല കാലാവസ്ഥ കാരണം ബംഗളൂരുവിൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതായും
എയർ ഇന്ത്യ അടക്കം അറിയിച്ചിട്ടുണ്ട്. ബംഗളൂരുവിലെ ചില റോഡുകളിൽ വെള്ളം കെട്ടി നിന്നുണ്ടായ തിരക്കേറിയ പ്രദേശങ്ങളിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടതെന്നും അതുപോലെ അടുത്തുള്ള താമസക്കാരാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയ വഴി ആ ഒരു പോസ്റ്റുകൾ വഴി വ്യക്തമാക്കിയിരിക്കുന്നതും. വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ ഗതാഗത കുരുക്കുണ്ടാകുമെന്നാണ് ഇപ്പോൾ ബംഗളൂരു ട്രാഫിക് പോലീസ് നൽകുന്ന ഒരു മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നതും. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ബംഗളൂരുവിലും കനത്ത മഴയെ തുടർന്ന് പല ഗുരുതരമായ പ്രശ്നങ്ങളും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.